വീണ്ടും നമ്മൾ തബൂക്കിൻ്റെ കുറച്ച് കാഴ്ചകൾ കാണാനായിട്ട് വന്നിറങ്ങിയതാണ്. ഇതാ അങ്ങനെ ഒരു പാർക്കിങ്ങിലൊക്കെ ഇട്ട് നമ്മൾ തറവാട്ടിലോട്ട് പോകണം, നമ്മുടെ തറവാട്ടിൽ. അപ്പം എന്തെങ്കിലുമൊക്കെ ഫുഡ് കഴിച്ചിട്ട് നേരെ നമ്മൾ ബോർഡറിലോട്ട് പോവാണ് ഒരാളെ യാത്ര അയക്കാൻ വേണ്ടി. അപ്പം തബൂക്കിൻ്റെ കാഴ്ചകൾ നമുക്കങ്ങനെ കാണാം. അങ്ങനെ എല്ലാവരും വളരെ ഹാപ്പിയിലാണ്. നമുക്ക് എല്ലാവരുടെയും കയ്യിൽ ഓരോ ചെമ്പും പ്ലേറ്റിലോട്ട് കമത്തുന്ന കാഴ്ചയാണ്. അങ്ങനെ ഞങ്ങൾ ഇന്ന് പെരുന്നാളായിക്കൊണ്ട് ബീഫ് ബിരിയാണിയും ചിക്കൻ ബിരിയാണിയും ഒക്കെ അങ്ങനെ തറവാട്ടിൽ വന്നിരുന്ന് കഴിക്കുകയാണ്. ഇത് കഴിഞ്ഞ ഉടനെ നമ്മൾ നേരെ ജോർദാൻ ബോർഡറിലോട്ടുള്ള യാത്രയാണ്. അങ്ങനെ നമ്മൾ കണ്ടോ തബൂക്കിൽ നിന്ന് നേരെ ജോർദാൻ ബോർഡർ പോവാണ്. അപ്പം ജോർദാൻ ബോർഡർ പോകാനുള്ള ഹൈവേ കൂടി ഇങ്ങനെയുള്ള യാത്രയാണ്. അതിമനോഹരമായിട്ടുള്ള കാഴ്ചകളൊക്കെ കണ്ടങ്ങനെ ഞങ്ങൾ അങ്ങനെ സൗദി അറേബ്യയിലെ ജോർദാൻ ബോർഡറിലോട്ട് ഇങ്ങനെ പോവാണ്. നമ്മുടെ യാത്രയിൽ ഇത് കണ്ട് ഇതാണ് നിയോമിൻ്റെ പ്രൊജക്റ്റുകളിലൊന്നാണ്. നല്ല അടിപൊളി ബാത്റൂം ഫെസിലിറ്റികളൊക്കെ ഈ ഹൈവേയുടെ ഇങ്ങനെ സമീപമുണ്ട്. എന്താണ് അപ്പോൾ ഈ വഴി നമ്മുടെ ജോർദാനിന് പോകുന്ന ഈ ഹൈവേയുടെ സൈഡുകളിൽ ഇതുപോലുള്ള നല്ല ബാത്റൂം ഫെസിലിറ്റികൾ, പാർക്കിംഗ് ഫെസിലിറ്റികൾ ഒക്കെ നമുക്കിവിടെ ഇങ്ങനെ ഉടനീളം കാണാൻ പറ്റും. അപ്പോൾ ഇതൊക്കെ ഒന്ന് യൂട്ടിലൈസ് ചെയ്ത് ഞങ്ങൾ അങ്ങനെ യാത്രകൾ തുടരുകയാണ്. അങ്ങനെ സൗദി അറേബ്യയുടെ കുറച്ച് കാഴ്ചകളുമായിട്ടാണ് ഞങ്ങൾ വരുന്നത്. അപ്പം അങ്ങനെ ജോർദാൻ ബോർഡറിലോട്ട് നമുക്കങ്ങനെ പോകാം. അങ്ങനെ വേണ്ട നമ്മൾ ബോർഡർ എത്തിയിരിക്കുകയാണ്. തൊട്ടപ്പുറം നേരെ കാണുന്നത് ഈജിപ്റ്റാണ്. അപ്പം നമ്മൾ ചന്ദ്രനെ ഞങ്ങൾ യാത്ര അയക്കുകയാണ്. അങ്ങനെ നീ ജോർദാനിലോട്ട് ജോർദാനിൽ പോയി തിരുവനന്തപുരം ഫ്ലൈറ്റ് പിടിച്ചോണം കേട്ടോടി. പോയി വരൂ, തിരുവനന്തപുരത്ത് വെച്ച് കാണാം കേട്ടോ. കാണാം. കാണാം കരയായിരുന്നു ഇച്ചിരി കഴിയുമ്പോ. അപ്പൊ ഇവിടെ വന്നിട്ട് ഇവിടെ നിന്ന് നമ്മള് നേരെ ബോർഡർ പിടിച്ചിട്ട് അവിടെ ചെന്നാണ് എക്സിറ്റ് റീ എൻട്രി അടിക്കുന്നത്. തൊട്ട് ഫ്രണ്ടാണ്. അപ്പോൾ നമ്മളിത് സൗദി അറേബ്യയിലാണ് നിൽക്കുന്നത്. നേരെ വേണ്ടേ അപ്പുറം ഈജിപ്റ്റ്, തൊട്ടപ്പുറത്തെ സൈഡാണ് ജോർദാൻ. അതുപോലെ തന്നെ ഇസ്രായേലിൻ്റെ നമുക്ക് രാത്രിയിൽ അങ്ങ് ദൂരെയായിട്ട് ഇവിടുത്തെ ലൈറ്റൊക്കെ കാണാൻ രാത്രി വരുമ്പോൾ. അപ്പോൾ ഈ ബോർഡർ ഈ 4 രാജ്യങ്ങളുടെ അതിർത്തിയിലാണ് നമ്മളിവിടെ നിൽക്കുന്നത്. നമ്മൾ സൗദിയുടെ മണ്ണിൽ അങ്ങനെ ഇവിടെ നിന്ന് നമ്മുടെ ചന്ദ്രിയെ നമ്മൾ ജോർദാനിലേക്ക് പറഞ്ഞു വിടുകയാണ്. അപ്പം ഇത് കഴിഞ്ഞിട്ട് നേരെ നമുക്കിനി നല്ല മനോഹരമായിട്ടുള്ള കടലാണ്. പച്ചയും നീലയും എനിക്കറിയാൻ വയ്യ, എന്താ ചെറിയ തത്തപ്പച്ച, അങ്ങനെ വിവിധമായിട്ടുള്ള കളറുകളൊക്കെയുള്ള നല്ല മനോഹരമായിട്ടുള്ള കടലും ഒക്കെ ആയിട്ടുള്ള കാഴ്ചകളാണ്. അപ്പം ബാക്കി നമുക്ക് കാണാം. ജിൻസിയെ എക്സിറ്റ് റീ എൻട്രി അടിക്കാനായിട്ട് എങ്ങനെ ബോർഡറിലോട്ട് വിടുകയാണ്. അപ്പം വേണ്ട പാസ്പോർട്ടിൻ്റെ ഒറിജിനൽ പാസ്പോർട്ടും വിസയുടെ നമ്മൾ ആ ഒറിജിനലിൻ്റെ കോപ്പി ഇത് രണ്ടും കൂടാണ്. അപ്പോൾ ഇവിടെ നിന്ന് ഒരു 1 ഹവറിനുള്ളിൽ തിരിച്ചു വരുമെന്നാണ് അവർ പറഞ്ഞത്. അപ്പം ബോർഡറിലോട്ടുള്ള നമ്മുടെ സൗദി ബയ്യയുടെ കൂടെ ഇങ്ങനെ കയറിപ്പോയി പെട്ടെന്ന് തിരിച്ചു വരും. അങ്ങനെ നമ്മൾ വേണ്ട നമ്മുടെ ചന്ദ്രുവിനെ അങ്ങനെ ബോർഡറിലേക്ക് യാത്രയാക്കുകയാണ്. അപ്പം വിസ ഒക്കെ അടിച്ച് 1 മണിക്കൂറിനുള്ളിൽ തിരിച്ചു വരുമെന്നാണ് പറഞ്ഞേക്കുന്നത്. ഓക്കെ, അങ്ങനെ നമ്മുടെ ചന്ദ്രി അങ്ങനെ വിസ ഒക്കെ അടിച്ച് വേണ്ട എത്തിയിരിക്കുന്നു. അങ്ങനെ നമ്മൾ വേണ്ട എക്സിറ്റ് റീ എൻട്രി ഒക്കെ അടിച്ച് ജോർദാൻ ബോർഡറിൽ നിന്ന് അങ്ങനെ നമ്മൾ വീണ്ടും അടുത്തത് സ്വർണ്ണക്കാളക്കുട്ടിയെ ഇസ്രയേൽ മക്കളുണ്ടാക്കി ആരാധിച്ച സ്ഥലത്തോട്ടാണ് നമ്മളിനി യാത്ര ചെയ്യുന്നത്. അപ്പോൾ എന്താണ്ട് തൊട്ട് സൈഡിലെ കണ്ടോ അങ്ങനെ നേവി ഷിപ്പുകളൊക്കെ ഇങ്ങനെ അതിർത്തി കാത്തുകൊണ്ടുള്ള പരക്കം പാച്ചിലാണ്. 6 ഷിപ്പാണ്. അത് ജോർദാൻ്റെ, ഈജിപ്റ്റ്, അതുപോലെ തന്നെ സൗദി അറേബ്യയുടെ ഷിപ്പുകളാണ് ഈ കാണുന്നത്. കണ്ടോ, ഈ തൊട്ടപ്പുറത്ത് ഈ മല കാണുന്നതാണ് ഈജിപ്റ്റ്, അപ്പുറത്തെ സൈഡ് ജോർദാൻ. അപ്പോൾ സൗദി അറേബ്യയിൽ കൂടെയാണ് നമ്മൾ ഈ യാത്ര ചെയ്യുന്നത്. അപ്പോൾ ഇനി നമ്മൾ സൗദി അറേബ്യയുടെ അടുത്ത കാഴ്ചകൾ കാണാനായിട്ട് അങ്ങനെ യാത്രകൾ തുടരുകയാണ്. അപ്പോൾ അടുത്ത നമ്മൾ പോകുന്നത് സ്വർണ്ണക്കാളക്കുട്ടിയെ ഉണ്ടാക്കി ആരാധിച്ചെന്ന് പറയുന്ന ആ സ്ഥലം, അതുപോലെ തന്നെ നമ്മുടെ ഇസ്രയേലിയരുടെ ഒരു യാഗപീഠമുണ്ട്. 12 ഗോത്രങ്ങളെ പ്രതിനിധീകരിക്കുന്ന കല്ല്, അങ്ങനെയുള്ള ഒത്തിരി കാഴ്ചകൾ നമുക്കവിടെ കാണാനായിട്ടുണ്ട്. ആ സ്ഥലങ്ങൾ
കാണാനായിട്ടാണ് നമ്മളിപ്പം പോകുന്നത്. ഇതിപ്പം ബോർഡറാണ്. ഈ കടൽ കഴിഞ്ഞാൽ ഉടനെ അപ്പുറത്തെ സൈഡ് ഈജിപ്റ്റ്, ജോർദാൻ, അങ്ങനെയുള്ള സൗദി അറേബ്യയുടെ അങ്ങേ അറ്റത്തുകൂടാണ് നമ്മൾ ഈ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതുകൊണ്ടോ തൊട്ടിപ്പുറത്തായിട്ട് വലിയ മലകളൊക്കെ ഇങ്ങനെ നമുക്ക് കാണാം. തബൂക്കിൻ്റെ ഹക്കൽ എന്ന് പറയുന്ന അതിർത്തി പട്ടണത്തിൽ കൂടാണ് നമ്മൾ ഈ യാത്ര തുടരുന്നത്. അങ്ങനെ നമ്മൾ നിയോം പ്രൊജക്റ്റിനുള്ളിലൂടെയാണ് ഈ പോകുന്നത്. ഇതൊക്കെ പുതിയ 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 പ്രൊജക്റ്റുകളൊക്കെ ചെയ്യുകയാണ് കേട്ടോ. ഇഷ്ടംപോലെ പുതിയ പദ്ധതികളൊക്കെ ഇങ്ങനെ നടപ്പാക്കുന്ന സ്ഥലങ്ങളാണ്. നമ്മുടെ തബൂക്കിൽ ഇവിടെ കാണുന്ന ഇത് കണ്ടോ, വലിയ ബീമൊക്കെ എടുത്തുകൊണ്ട് പോകാനായിട്ടുള്ള ഹെലികോപ്റ്റർ. അതാണ് ബീം, പാലമൊക്കെ പണിയാനായിട്ട് ഈ ഹെലികോപ്റ്ററാണ് നമ്മൾ വീഡിയോയിലൊക്കെ കണ്ടിട്ടുള്ളതാണ്. അങ്ങനെ എല്ലാ സജ്ജീകരണങ്ങളോടും കൂടിയുള്ള വലിയ പദ്ധതികളാണ് നമ്മൾ നിയോം പ്രൊജക്റ്റിൽ കാണുന്നത്. കമ്പനിയുടെ ബസ്സൊക്കെ നിരന്ന് കിടക്കുന്നത് കണ്ടോ. ഇവിടെ മുഴുവൻ നമ്മളൊരു 3-4 വർഷം കഴിയുമ്പോൾ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ഒരു പക്ഷേ നമുക്ക് മനസ്സിലാകത്തില്ല. അതുപോലെ വർക്കുകളാണ് ഈ ഒരു പ്രദേശങ്ങളിലൊക്കെ നടക്കുന്നത്. അപ്പം ആ ഒരു സ്ഥലത്തൂടാണ് നമ്മൾ യാത്ര ചെയ്യുന്നത്. കണ്ടോ, ഇതിപ്പം തമീമിയുടെ പ്രൊജക്റ്റാണ് നമ്മൾ ഈ റൈറ്റ് സൈഡിൽ കാണുന്നത്. അതുപോലെ തന്നെ തൊട്ട് പുറകിൽ നമ്മൾ നെസ്മയുടെ പ്രൊജക്റ്റ് കഴിഞ്ഞാണ് ഇങ്ങോട്ട് വന്നത്. കണ്ടോ, കമ്പനിയുടെ വണ്ടികളും അതുപോലെ തന്നെ ബസ്സുകൾ. കുറച്ച് കഴിയുമ്പോഴത്തേന് ഈ ഒരു പ്രദേശമൊക്കെ നല്ല അടിപൊളിയായി നിയോമിൻ്റെ സ്വപ്ന പദ്ധതികൾ അങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ ഇതൊക്കെ കണ്ടും കേട്ട് ഞങ്ങളങ്ങനെ സ്വർണ്ണ കാളക്കുട്ടിയെ ഇസ്രയേലിയർ ആരാധിച്ച സ്ഥലത്തോട്ടുള്ള യാത്രയിലാണ്. അപ്പോൾ അങ്ങനെ വഴിയോരങ്ങളിലുള്ള കാഴ്ചകളാണ് നമ്മൾ ഈ കണ്ടങ്ങനെ പോകുന്നത്. ഇത് കണ്ടോ, പുതിയ പുതിയ പ്രൊജക്റ്റുകളാണ് ഇവിടെ ഫുള്ള്.